കോഴിക്കോട്ട് അറിയപ്പെട്ട ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്. എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു സ്ട്രീറ്റാണ് ഗുജറാത്തി സ്ട്രീറ്റ്. ഏകദേശം കോഴിക്കോട് നഗരത്തിനേക്കാൾ പഴക്കമുണ്ട് ഗുജറാത്തി സ്ട്രീറ്റിന്. അപ്പം നമുക്ക് ഗുജറാത്തി സ്ട്രീറ്റിൻ്റെ കാഴ്ചകളിലേക്ക് പോണ്ടേ? വാ. കോഴിക്കോട് വലിയങ്ങാടിക്കടുത്ത് മറ്റൊരു സംസ്കാരത്തിൻ്റെ ശേഷിപ്പാണ് ഗുജറാത്തി സ്ട്രീറ്റ്. കോഴിക്കോടിൻ്റെ മട്ടാഞ്ചേരി എന്ന പേരിൽ ഗുജറാത്തി തെരുവിനെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. മട്ടാഞ്ചേരി തെരുവീതികളിൽ കൂടി നടക്കുമ്പോൾ കാണുന്ന സമാനമായ കാഴ്ചകൾ ആണ് ഈ തെരുവ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ ഗുജറാത്തി സ്ട്രീറ്റ് ഏകദേശം എത്ര വർഷമായി അറിയോ? ഏകദേശം ഒരു 75 വർഷമായിട്ട് വന്നിട്ടുണ്ട്. 75 വർഷം മുമ്പേ വന്നവരൊക്കെ ഉണ്ട് ഇവിടെ ചേട്ടുമാര്. 75 വർഷം അല്ലേ? ഇവിടെ ഇപ്പം ഗുജറാത്തിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഗുജറാത്തിലെ ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? ഇതിൻ്റെ ഉള്ളിലുണ്ട്, അവിടെ ഉണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. ഒരു മുമ്പുള്ളേക്കാൾ ഒരു 20% ഉണ്ട്. മുമ്പ് അവരിവിടെ കച്ചവടത്തിന് വന്ന് അങ്ങനെ ഇവിടെ താമസമായി പോയതല്ലേ? കച്ചവടമാര് വന്ന അവര് ആദ്യം അച്ഛന്മാർ വന്ന് അതിന് ശേഷം മക്കളൊക്കെ വന്ന് അങ്ങനെ വന്ന് ചില കുട്ടികളെ കൊണ്ടുവന്ന് പിന്നെ ഇവിടെ ഒരു കല്യാണം കഴിച്ച കുട്ടികളും മക്കളൊക്കെ നന്നായിട്ടുള്ള ഇപ്പോൾ 200 കുടുംബത്തിലധികം ഉണ്ടായിരുന്നു. 200 കുടുംബത്തിലധികം ഉണ്ടായിരുന്നില്ല? അപ്പോൾ ഒരു കുടുംബത്തിന് ധാരാളം കുട്ടികളും ആൾക്കാരൊക്കെ കൂട്ടുകുടുംബമൊക്കെ അതിലുണ്ടായിരുന്നു. ഇപ്പോൾ കച്ചവടം ഇവിടെ കുറയായോ? ഇപ്പോൾ കച്ചവടമൊക്കെ നിർത്തിപ്പോയി അവർ. ഓക്കെ, ശരിക്കാം. ഓക്കെ, താങ്ക് യു. ബൈ. ചുവർ ചിത്രങ്ങളാൽ അലങ്കൃതമായിരിക്കുകയാണ് ഇവിടുത്തെ ഓരോ ചുമരുകളും. ചരിത്രത്തിൻ്റെ സാക്ഷിയായി ഓരോ കെട്ടിടങ്ങളും പഴക്കത്തിൻ്റെ പ്രൗഢിയോടുകൂടി ഗുജറാത്തി തെരുവിൽ നിലകൊള്ളുന്നു. വാസ്കോഡ ഗാമക്ക് കോഴിക്കോട്ടേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് ഒരു ഗുജറാത്തിയാണെന്ന് ചരിത്രം പറയുന്നു. അതുകൊണ്ട് തന്നെ ഗാമയുടെയും യൂറോപ്യന്മാരുടെയും വരവിന് മുൻപ് തന്നെ കോഴിക്കോട് ഗുജറാത്തികൾ ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോഴിക്കോടിൻ്റെ കച്ചവട സാധ്യത മനസ്സിലാക്കി എത്തിയവരായിരുന്നു ഗുജറാത്തികൾ. ഗുജറാത്തിലെ കച്ചാണ് ഇവിടുത്തുകാരുടെ സ്വദേശം. ആദ്യകാലത്ത് 1400ഓളം കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന കെട്ടിടങ്ങൾക്ക് മുകൾ നിലയിൽ വീടുകളും താഴെ നിലയിൽ വ്യാപാര കേന്ദ്രങ്ങളുമായിട്ടാണ് ഗുജറാത്തികൾ കച്ചവടം നടത്തിയിരുന്നത്. വ്യാപാരത്തിനായി ഇവിടെ എത്തിയ ഗുജറാത്തികൾ അവരുടേതായ ഇടങ്ങളും അവർ കോഴിക്കോട്ട് ഉണ്ടാക്കിയെടുത്തു. സ്വന്തമായി ആരാധനാ കേന്ദ്രങ്ങളും വിദ്യാലയങ്ങളും എന്നിവയെല്ലാം അവയിൽപ്പെടുന്നു. പഴമയുടെ പ്രൗഢി ഏറെ ഉണ്ടെങ്കിലും കുറച്ചധികം കളർഫുള്ളാണ് ഇന്നത്തെ ഗുജറാത്തി തെരുവ്. ഗുജറാത്തി തെരുവിൻ്റെ പുതിയ മുഖം എന്ന നിലയിൽ കഫേകളും ആർട്ട് ഗ്യാലറികളും സജീവമാണ്.
എങ്കിൽ പോലും പഴമ ഒട്ടും ചോരാതെ പൗരാണിക കെട്ടിടങ്ങൾ തല ഉയർത്തി നിൽക്കുന്നു. 1400ഓളം കുടുംബങ്ങൾ ഉണ്ടായിരുന്ന ഇവിടെ ഇന്ന് അവശേഷിക്കുന്നത് 50ഓളം കുടുംബങ്ങൾ മാത്രമാണ്. അവയിൽ കൂടുതലും വയോധികരും വ്യാപാരികളും സ്ത്രീകളുമാണ്. ചേട്ടാ, ഈ ഗുജറാത്തി സ്ട്രീറ്റ് ഏകദേശം എത്ര വർഷത്തെ പഴക്കമുണ്ടാവും? ഏകദേശം ഒരു 100 കൊല്ലം 125 കൊല്ലത്തിനകത്ത് 125 വർഷത്തിന്റെ പഴക്കമുണ്ട് അല്ലേ? ഇവിടെ ഇപ്പൊ താമസിക്കുന്നതിൽ ആരെങ്കിലും ഗുജറാത്തികളുണ്ടോ? ഇപ്പോൾ 25% ഇല്ല. ഇല്ല അല്ലേ? കുറവാണല്ലേ? കുറവാണ്. ചേട്ടൻ ഇവിടെ തന്നെ താമസം? ഇവിടെ ആ, ഇത് ഈ ബിൽഡിംഗ് എല്ലാം 150 കൊല്ലം 150 വർഷത്തിന്റെ മേലുണ്ട് ഈ ബിൽഡിംഗ് അല്ലേ? ഓക്കെ, ശരി ചേട്ടാ. ഓക്കെ. ഗുജറാത്തി തെരുവ് പൗരാണികത നിലനിർത്തിക്കൊണ്ട് തന്നെ നവീകരിച്ച് ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള നടപടി ടൂറിസം വകുപ്പ് കൈക്കൊണ്ടിരുന്നു. എന്നാൽ ആ പദ്ധതി പിന്നീട് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. വലിയങ്ങാടിക്കും കോഴിക്കോട് ബീച്ചിനും തൊട്ടടുത്തുമായിട്ടാണ് ഈ പൗരാണിക തെരുവ് സ്ഥിതി ചെയ്യുന്നത്.